കേരളത്തിൽ CPM-ന് തുടർഭരണം ഉണ്ടാകരുതെന്ന നിലപാടിലുറച്ച് കവി കെ സച്ചിദാനന്ദൻ. തുടർഭരണം ഉണ്ടായാൽ ബംഗാളിന്റെ അവസ്ഥ പാർട്ടിക്ക് ഉണ്ടാകുമെന്നാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷനായ കെ സച്ചിദാനന്ദൻ പറയുന്നത്. ഒപ്പം തുടർഭരണം നല്ലതല്ല എന്നും സംസ്ഥാനത്ത് അടിസ്ഥാന വികസനം നടക്കുന്നില്ല എന്നും എഴുത്തുകാരി സാറ ജോസഫും കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും അത് ജനാധിപത്യത്തെ സംബന്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഭരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് തന്നെ പറയും. 2 തവണ ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിരിക്കേണ്ട സമയമായി. പ്രതിപക്ഷത്തിരിക്കുന്നത് നല്ലതാണ് പാർട്ടികൾക്കെന്നാണ് എൻ്റെ ഒരു മുമ്പെയുള്ള കാഴ്ചപ്പാട്. കാരണം അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്. ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത്, വീഴ്ചകൾ കണ്ടുപിടിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് ശക്തി കൂടാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. വിവരണമായി സാനു കെ സജീവ് ചെയ്യുന്നുണ്ട്. സാനു, നമുക്കറിയാം യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ അത്രത്തോളം നിരീക്ഷിച്ച ഈ പൊള്ളുന്ന ജീവിതങ്ങളും യാഥാർത്ഥ്യവും കൂട്ടിക്കലർത്തി എഴുതുന്ന 2 എഴുത്തുകാരാണ് കെ സച്ചിദാനന്ദൻ ആയിക്കോട്ടെ സാറ ജോസഫ് ആയിക്കോട്ടെ. രണ്ടുപേരും ചില നിർണായക നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അത് ഈ ഭരണപക്ഷത്തിനെതിരെയാണ്. ഈ CPM-ന് തുടർഭരണം ഉണ്ടാകരുത്, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയുന്നത്? അശ്വതി, കെ സച്ചിദാനന്ദൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലടക്കം ലേഖനങ്ങൾ നൽകിയിരുന്നു. ആ ലേഖനങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു, തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് കെ സച്ചിദാനന്ദൻ അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർഭരണമുണ്ടായാൽ, മൂന്നാമതൊരു ഭരണമുണ്ടായാൽ അത് ബംഗാളിൻ്റെയും ത്രിപുരയുടെയും ഗതി കേരളത്തിൽ ഉണ്ടാക്കുമെന്നാണ് സച്ചിദാനന്ദൻ തുറന്നടിച്ചിരിക്കുന്നത്. അതായത് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്ക് പാർട്ടിനെ വിമർശിക്കാനായിട്ട് ഭയമായി മാറിയിരിക്കുന്നു. അത് വലിയൊരു മൂല്യച്യുതിയിലേക്കാണ് പാർട്ടിനെ കൊണ്ടെത്തിക്കുന്നത്. CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വസംഹിതകളിൽ നിന്നെല്ലാം കേരളത്തിലെ CPM വ്യതിചലിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സച്ചിദാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. അതായത് പാർട്ടിയുടെ നിലയിലേക്ക് പോകുന്നു, നേതാക്കളുടെ നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു, പണമാണ് മുഖ്യം എന്ന് തന്നെയാണ് സച്ചിദാനന്ദൻ പറയുന്നത്. അതേപോലെ തന്നെ കേവല വോട്ടിന് വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി ഏത് തരത്തിലും പാർട്ടിനെയും സർക്കാരിനെയും മാറ്റുന്ന അല്ലെങ്കിൽ ആ നിലയിലേക്ക് സർക്കാരിനെ വളച്ചൊടിക്കുന്ന നിലയിലേക്ക് കേരളം ഭരിക്കുന്നവർ മാറുന്നു എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയനെതിരെ തന്നെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സച്ചിദാനന്ദൻ വിരൽ ചൂണ്ടുകയാണ്. ഒപ്പം അതേ നിലപാട് തന്നെയാണ് സാറ ജോസഫും ആവർത്തിക്കുന്നത്. തുടർഭരണമുണ്ടായാൽ ഇനി CPM-ന് ഉണ്ടാവാൻ പോകുന്നത് ബംഗാളിൻ്റെ ഗതിയിലേക്കാണ്, അല്ലെങ്കിൽ ത്രിപുരയിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചയിലേക്കാണ് കേരളത്തിലെ CPM പോകുന്നതെന്നാണ് സാറ ജോസഫും വ്യക്തമാക്കുന്നത്. എന്തായാലും കേരളത്തിലെ 2 എഴുത്തുകാർ, തലമുതിർന്ന എഴുത്തുകാർ പാർട്ടിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. ഒരു പടി കൂടി കടന്നുകൊണ്ട് സച്ചിദാനന്ദൻ വ്യക്തമാക്കുന്നത് ശ്രീനാരായണ ഗുരുവിനേക്കാൾ വളർന്നിട്ടുള്ള ചില സമുദായങ്ങളുണ്ട്, സമുദായ നേതാക്കളുണ്ട്. ആ സമുദായ നേതാവിനെ പ്രീണിപ്പിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ സർക്കാർ മാറുന്നു എന്ന് പറയുമ്പോൾ അതിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ട സച്ചിദാനന്ദൻ ഒരു നിലപാടുണ്ട്. ന്യൂനപക്ഷങ്ങളെ സർക്കാർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്കാണ്. എന്താണ് സച്ചിദാനന്ദൻ അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആ വരികളിൽ വീണ്ടും വായിച്ചു നോക്കേണ്ടി വരും. കാരണം എന്തായാലും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദൻ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളിക്കെതിരെ അല്ലെങ്കിൽ ഒളിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒളിയമ്പ ഇതുകൊണ്ടാണ് സച്ചിദാനന്ദന്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ CPM അത് സംഘടനാ ദൗർബല്യത്തിലേക്ക് പോവുകയാണ്. തുടർഭരണത്തിൽ മത്തടിച്ചുകൊണ്ട്, മതോന്മത്തരായിക്കൊണ്ട് അവർ അവരുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് അടക്കം വ്യതിചലിച്ചു എന്ന് സച്ചിദാനന്ദനും ഒപ്പം തന്നെ സാറ ജോസഫും തുറന്നടിച്ചിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. താൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. ഇതിൽ നിന്ന് ഒരു മാറ്റവുമില്ല. പ്രതിപക്ഷമായാലേ ആ പാർട്ടി ബലപ്പെടുത്തുള്ളൂ. പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള ധർമ്മം നിർവഹിക്കാനുണ്ട്. പ്രതിപക്ഷം എന്താണെന്ന് പറയുന്നത് കേൾക്കാൻ പോലും ഇവിടുത്തെ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് ആണ് മൂന്നാമത് അല്ലെ തുടർഭരണത്തിലേക്ക് പോകുന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു മൂല്യച്യുതി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. തന്റെ വിമർശനങ്ങൾ പാർട്ടി നോക്കിയിട്ടല്ല, ഒരു നല്ല കേരളത്തിന് വേണ്ടിയിട്ടാണ് തന്റെ വിമർശനങ്ങളെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു വയ്ക്കുന്നു. അശ്വതി. ശരി സാനു, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത് കൂടിയാണ് കവി കെ സച്ചിദാനന്ദൻ തന്റെ സാമൂഹ്യ നിരീക്ഷണത്തിലൂടെ നൽകുന്നത്. സാനുവാണ് വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും പങ്കുവച്ചത്.